എല്ലാം ഈശ്വരനാണെന്ന് വിചാരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? നമ്മളെപ്പോഴും ഈശ്വരനെ നല്ല കാര്യത്തോടു കൂടി ബന്ധപ്പെടുത്തി കാണുന്നവരാണ്. പൊല്ലാത്തതിനെ ഈശ്വരനായി കണക്കാക്കാൻ നിങ്ങൾക്ക് ആർക്കും പറ്റുന്നില്ല. എന്നാൽ ഈ ലോകത്തിൽ പൊല്ലാത്തത് നടക്കണില്ലേ? എത്രയോ നടക്കുന്നുണ്ടല്ലോ. ആ നടക്കുന്ന സമയത്ത് അവിടെ ഈശ്വരനില്ലെന്നും അത് ഈശ്വരന് ഒരു ഗ്ലാനിയാണോ? വാസ്തവത്തിൽ അല്ല. ഈ ലോകം എന്ന് പറയുന്നത് ഒരു പരിലസനമാണ്, ഒരു പ്രകടനമാണ്. ആ പരിലസനം പൂർണ്ണമാകണം എന്നുണ്ടെങ്കിൽ അതിൽ എല്ലാം ഉണ്ടാവണം. എല്ലാം ഉള്ളപ്പോഴല്ലേ നമുക്ക് അതിൽ ചിലത് നല്ലത് ചിലത് പൊല്ലാത്തത് എന്ന് പറയാൻ പറ്റുള്ളൂ. ഒന്നാണെങ്കിൽ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ എല്ലാം എന്ന വാക്കിനർത്ഥം നല്ലതും പൊല്ലാത്തതും ചേർന്നത്, പാപപുണ്യങ്ങൾ ചേർന്നത്, ശുഭാശുഭങ്ങൾ ചേർന്നത്, മനുഷ്യനും പുരുഷനും സ്ത്രീയും ചേർന്നത്, മനുഷ്യനും മനുഷ്യേതര വർഗങ്ങളും ചേർന്നത്, രാവും പകലും, നല്ലതും ചീത്തയും എല്ലാം അതിൽപ്പെടും. അങ്ങനെ എല്ലാം കൂടിയതാണ് ഈശ്വരൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഇപ്പോൾ ഇവിടെ 2 യുദ്ധങ്ങളാണ് നടക്കുന്നത് ലോകത്തിൽ. ഒരു യുദ്ധം തുടങ്ങിയിട്ട് കൊല്ലായി, പിന്നെ ഒരു യുദ്ധം തുടങ്ങി എത്രയായി എന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഈ 2 യുദ്ധങ്ങളും നടക്കാൻ എന്താ കാരണം? എന്നാൽ ഇവിടെ യുണൈറ്റഡ് നേഷൻസ് ഒന്നുണ്ടല്ലോ, ഐക്യരാഷ്ട്രസമിതി. അവരെന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാ രാജ്യങ്ങളും കൂടിച്ചേർന്നുണ്ടാക്കിയിട്ടുള്ള ലോകത്തിൻ്റെ മംഗളം ഉറപ്പുവരുത്താൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സഭയാണ്. ആ ഐക്യരാഷ്ട്രസഭ ഇരുന്നിട്ടും സംസാരിച്ചിട്ടും പ്രമേയം പാസ്സാക്കിയിട്ടും ഈ 2 യുദ്ധങ്ങളിൽ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാൻ അവർക്ക് ഇതുവരെ സാധിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ എന്താ നമ്മൾ വിചാരിക്കേണ്ടത്? മനുഷ്യൻ എത്ര തന്നെ പ്രയത്നിച്ചാലും ഇവിടെ അനാശാസ്യത നീക്കം ചെയ്യാൻ സാധിക്കില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതാണ് ഭഗവത്ഗീതയിൽ പറയണത്, ഏചൈവ സാത്വികാഭാവാഃ രാജസാസ്താമസാശ്ചയേ മത്ത ഏവേദി താൻ വിദ്ധി നത്വഹം തേഷു തേ മയി. ഇവിടെ സാത്വികവും രാജസവും താമസവുമായി എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും മത്ത ഏവേദി താൻ വിദ്ധി, എന്നിൽ നിന്ന് നിർഗളിച്ചതാണെന്ന് മനസ്സിലാക്കൂ എൻ്റെ പൊന്നർജുനാന്ന്. എല്ലാം എന്നിൽ നിന്ന് നിർഗളിച്ചതാ. നത്വഹം തേഷു തേ മയി, എല്ലാം നിൽക്കുന്നത് എന്നിലാണ്. എന്നാൽ ഞാൻ അതിലുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ അതിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിലേതെങ്കിലും ഒന്ന് നശിക്കുമ്പോൾ ആ നാശം എന്നെയും ഉൾപ്പെടുത്തുമല്ലോ. അങ്ങനെയല്ല, ഞാൻ അതിലില്ല, പക്ഷേ എല്ലാം എന്നിലാണ്. സ്വാമിജി ഇങ്ങനെയൊന്ന് സംഭാവ്യമാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആലോചിക്കുക തന്നെ വേണം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ.